ദേ എല്ലാരും കിടക്കാൻ പോയിരിക്കുക. ശബ്ദം ഉണ്ടാക്കാതെ അടുക്കളയിൽ പോയിട്ട് കഴിക്കാൻ നോക്ക്. അങ്ങനെ ചെയ്യാല്ലേ? പിന്നെ എന്ത് ചെയ്യാനാ? നീ എന്താ വിശന്നിരിക്കാൻ പോവാ? വേഗം ചെല്ല്. എന്തോ എനിക്കും വല്ലാതെ ഉറക്കം വരുന്നടേ. ടെൻഷൻ ആകണ്ട കാർത്തിക, ഇത് നിന്റെ വീടാ. നീ ഇങ്ങനെ കള്ളനെ പോലെ വന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ക്യാൻസൽ ആയിപ്പോയി, അതുകൊണ്ടാണ് എടുത്ത് കഴിച്ചേ. നീ ഓർഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിനക്കിഷ്ടമുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നോടോ ചേച്ചിയോടോ നിനക്ക് നേരത്തെ പറയാമല്ലോ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കി തരില്ലേ? എന്തിനാ അഖിലിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കിട്ടാനോ? ഇപ്പൊ നിന്നോട് ഓരോന്ന് പറഞ്ഞ് വഴക്കിടാൻ എനിക്ക് വയ്യ കാർത്തിക. സമാധാനത്തോടെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്താ ഇത്, കിടന്ന ഉടനെ തന്നെ ഉറങ്ങിയല്ലോ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. കൂർക്കം വലിച്ച് മനുഷ്യനെ പേടിപ്പിക്കുകയാണല്ലോ. ഇവരെ കെട്ടുന്നവന്റെ കാര്യം പോക്ക. അയ്യോ, എന്താ ശബ്ദം? ആരാ ഇയാള്? ഇനി കള്ളനാണോ? ആരാ നിങ്ങള്? ആരാന്ന്? കള്ളനാണോ? അമ്മേ, അച്ഛാ, കള്ളൻ! അമ്മേ, അച്ഛാ, കള്ളൻ!
അമ്മേ, അച്ഛാ, വല്യമ്മേ, വല്യച്ഛാ, ചെറിയമ്മേ, ചെറിയച്ഛാ, എല്ലാരും വന്നേ, വീട്ടിൽ കള്ളം കേറി. എല്ലാരും ഉറങ്ങുകയാണല്ലോ, ഇവൻ മാത്രം എന്താ ഉറങ്ങാത്തത്? എല്ലാരും എഴുന്നേക്ക്, വീടിനകത്ത് കള്ളം കേറി, വേഗം എഴുന്നേറ്റ് വാ. മയക്കുമരുന്ന് കലർത്തിയ ഭക്ഷണം അവൻ കഴിച്ചില്ലേ? അമ്മേ, പെട്ടെന്നൊന്ന് വാ. അമ്മേ, അച്ഛാ, വേഗം വാ. ഇവൻ അപകടകാരിയാണെന്ന് സുമംഗല പറഞ്ഞതാണല്ലോ. ആദ്യം ഇവനെ കൊന്നിട്ട് പിന്നെ അബിയും വസൂനെയും കൊല്ലാം. വല്യമ്മേ, വല്യച്ഛാ, അച്ഛാ, അച്ഛാ, അമ്മേ, വീട്ടില് കള്ളം കേറിയമ്മേ, എഴുന്നേ. വല്യമ്മേ, എഴുന്നേക്ക് വല്യമ്മേ, 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 എഴുന്നേക്ക് വല്യമ്മേ, കള്ളം കയറി വല്യമ്മേ, എഴുന്നേക്ക് വല്യമ്മേ.
വല്യച്ച എഴുന്നേക്ക് വല്യച്ച, വല്യച്ച എഴുന്നേക്ക്. കള്ളം കയറി വല്യച്ച, എഴുന്നേക്ക് വല്യച്ച. വീട്ടിനകത്ത് കള്ളം കയറി വല്യച്ച, എഴുന്നേക്ക് വല്യച്ച. ചെറിയമ്മേ, ചെറിയമ്മേ, ചെറിയമ്മേ എഴുന്നേക്ക്. ചെറിയമ്മേ വീട്ടില് കള്ളം കയറി, എഴുന്നേക്ക് ചെറിയമ്മേ. ചെറിയച്ച, ചെറിയച്ച എഴുന്നേക്ക് ചെറിയച്ച, ചെറിയച്ച കള്ളം കയറി ചെറിയച്ച, എഴുന്നേൽക്ക് ചെറിയച്ച. എടാ ഉണ്ണിക്കുട്ട, നീ എന്നോടാണോ കളിക്കുന്നത്? ഇന്ന് നിന്റെ അവസാനമാ. അച്ഛാ എഴുന്നേക്ക്, വീട്ടിനകത്ത് കള്ളം കയറി. അമ്മേ. ഒന്ന് വേഗം വാ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഇവനെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്റെ ജീവൻ അപകടത്തിലാവും. പോലീസ്, പോലീസ്. ഏയ് നിൽക്ക്, നിൽക്ക്. എങ്ങോട്ട് രക്ഷപ്പെട്ട ഉടനെ നിൽക്കാനാ പറഞ്ഞേ, നിൽക്ക്. എന്താ ഇത്? വീടെന്താ അലങ്കോലായി കിടക്കുന്ന? രാത്രി കള്ളന്മാരാരെങ്കിലും വന്നോ? ഉണ്ണി, 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 എഴുന്നേക്ക്. നീ എന്താ ഇവിടെ വന്ന് കിടന്നേ? എന്തിനാ നീ ഇവിടെ കിടന്നുറങ്ങിയേ? ഏട്ടാ, ചേച്ചി, ചേട്ടാ, ഏട്ടാ, ചേച്ചി, ഭാസ്കരേട്ടാ, ചേച്ചി, ഭാസ്കരേട്ടാ. ഏട്ടാ, ഏട്ടാ, ഭാസ്കരേട്ടാ, ചേച്ചി. എന്താ സംഭവിച്ചതുണ്ണി? കയ്യിൽ എന്തിനാ ഈ കമ്പ് വെച്ചിരിക്കുന്നെ? നീ എന്താ ഇവിടെ കിടന്നേ? അല്ല, എന്താ ഇതൊക്കെ? എന്താ വസുന്ധര ഇത്? ഹോള് മുഴുവൻ അനുകൂലമായി കിടക്കുന്നല്ലോ. എന്താ ഉണ്ടായി? ആരാ ഇങ്ങനെ ചെയ്തത്?
ഇതെന്താ ഈ സാധനങ്ങളൊക്കെ താഴെ വീണ് കിടക്കുന്നേ? ഇവളുടെ പണിയായിരിക്കും. രാത്രി കുടിച്ചിട്ട് വന്നിട്ട് ബോധമില്ലാതെ ചെയ്ത് കാണും. എല്ലാത്തിനും ഞാനാണോ കാരണക്കാരി? രാത്രി ഞാൻ എപ്പോഴാ കുടിച്ചിട്ട് വന്നേ? തൊട്ടതിനൊക്കെ ആക്കിയാൽ എന്നെ പറയാ. ചെറിയമ്മയുടെ തെറ്റൊന്നും അല്ല ചെറിയച്ച. രാത്രി ആരോ വന്നിരുന്നു, നമ്മളെല്ലാം അറ്റാക്ക് ചെയ്യാൻ നോക്കിയതാ. രാത്രി വന്നത് ഒരുപക്ഷെ എന്റെ രാജയായിരിക്കോ? ആരാ ഉണ്ണി വന്നത്? ആരാ അറ്റാക്ക് ചെയ്തേ? ആരാന്ന് എനിക്ക് അറിയില്ല വല്യച്ച. നിങ്ങളെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. എന്തോ ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നതാ. അയാൾ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ ഞാൻ എല്ലാവരെയും വിളിച്ചു നോക്കിയതാ, പക്ഷെ ആരും എഴുന്നേറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ നിലത്തിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും ഉണർത്താൻ നോക്കിയതാ. എന്നിട്ടും ആരും എഴുന്നേറ്റില്ല. പോലീസിനെ വിളിക്കാൻ പോകുന്നത് പോലെ ഞാൻ അയാളെ പേടിപ്പിച്ചു. അങ്ങനെ അയാൾ ഇവിടുന്ന് ഓടിപ്പോയത്. വീണ്ടും വന്നാലോന്നോർത്ത് ഡോർ ലോക്ക് ചെയ്ത് ഞാൻ ഇവിടെ തന്നെ ഇരുന്നതാ. ഓ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അയാൾ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ലമ്മേ. നീ എന്തൊരു വലിയ റിസ്ക് എടുത്തത് ഉണ്ണി. ചെറിയ കുട്ടിയാണെങ്കിലും നീ ഞങ്ങളെല്ലാവരും രക്ഷിച്ചു. നീ അപ്പോ ഉറങ്ങാതിരുന്നത് കൊണ്ടാ ഞങ്ങൾക്കൊന്നും ഒരു ആപത്തും സംഭവിക്കാതിരുന്നത്. വിചാരിക്കുമ്പോ തന്നെ പേടിയാവുന്നു ഉണ്ണി. ഉണ്ണി ശബ്ദം ഉണ്ടാക്കിയിട്ടും സാധനങ്ങളെല്ലാം തള്ളി താഴെ ഇട്ടിട്ടും നമ്മളാരും എന്താ ഉണരാത്തത്? അതിന് മാത്രം എന്താ ഉണ്ടായേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഉറങ്ങിയിട്ടേ ഇല്ല. ശരി അബി, എന്തോ വല്ലാതങ്ങ് ഉറക്കം വന്നു. രാത്രി കിടന്നവരെല്ലാം ഇപ്പോഴല്ലേ എണീറ്റത്. അങ്ങനെയാണെങ്കിൽ രാത്രി നമ്മൾ കഴിച്ച ഫുഡിൽ ആരെങ്കിലും മയക്കുമരുന്ന് കലർത്തിയിരിക്കോ? കറക്റ്റാ ചെറിയമ്മേ. രാത്രി കഴിച്ച ഭക്ഷണത്തില് ആരോ സ്ലീപ്പിംഗ് പിൽസ് കലർത്തിയെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ വിളിച്ചിട്ട് നിങ്ങൾ ആരും ഉണരാത്തത്. ഉറപ്പായി ഇതാ ചന്ദ്രശേഖരന്റെ പണിയായിരിക്കും. അവൻ എന്തോ ചെയ്യണമെന്ന് കരുതി പകയോടെ ഈ വീട്ടിലേക്ക് വന്നതായിരിക്കും. അത് ശരിയാ, അയാളായിരിക്കും ഇതിന് പിന്നില്. അയ്യോ, എങ്ങനെയെങ്കിലും കവർ ചെയ്ത് രാജയുടെ മേലെ കുറ്റം വീഴാതെ നോക്കണം. പാചകം ചെയ്തത് നീയല്ലേ, പിന്നെന്തിനാ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നേ? ബസ് പാചകം ചെയ്തു എന്ന് കരുതി അവളാണോ മയക്കുമരുന്ന് ഇട്ടത് ഇളയമേ? മയക്കുമരുന്നല്ല, ഇപ്പൊ ഒക്കെ മാർക്കറ്റില് വിഷം ചേർത്ത പച്ചക്കറികളല്ലേ കിട്ടുന്നത്. അത് മര്യാദയ്ക്ക് കഴുകാതെ പാചകം ചെയ്താ ആ മരുന്നിന്റെ എഫക്റ്റ് ഭക്ഷണത്തിലുണ്ടാവുമല്ലോ. ചിലപ്പോ അതായിരിക്കും നമുക്കൊക്കെ ഉറക്കം വന്നത്. ഏതായാലും നന്നായി, നമുക്ക് ഭാഗ്യമുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ആ ഭക്ഷണത്തിന്റെ കെമിക്കൽ കാരണം നമ്മുടെ ജീവൻ തന്നെ പോയേനെ. പച്ചക്കറികളൊന്നും നന്നായിട്ട് കഴുകാതെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറില്ല ഇളയമ്മേ. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടല്ല എല്ലാവരും ഇങ്ങനെ ഉറങ്ങിപ്പോയത്. ആ ചന്ദ്രശേഖർ തന്നെ എന്തോ ചെയ്തത്. വീട്ടില് നമ്മളെല്ലാരും ഉണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മളറിയാതെ അയാൾ എങ്ങനെ വീട്ടിലേക്ക് കയറും? ആദ്യം അയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ പുറത്തു വന്നേ? വെയിലിൽ പുറത്തിറങ്ങി കാണും. അല്ലെങ്കിൽ അയാൾ വൃത്തികെട്ടവനാ. എന്തായാലും നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കണം. ഇതിനി ചന്ദ്രശേഖരന്റെ പണിയാണോ അതോ ആദിത്യന്റെ പ്ലാനാണോ? ആ ചന്ദ്രശേഖരൻ എവിടെയുണ്ടെങ്കിലും ഉടനെ തന്നെ അവനെ പിടിച്ച് എത്രയും പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കണം. ഇന്ന് തന്നെ അതങ്ങ് ചെയ്തേക്കാം. അയ്യോ, എന്റെ രാജയെ രക്ഷിക്കണല്ലോ. ഇപ്പൊ തന്നെ പോയിട്ട് കാര്യം പറഞ്ഞിട്ട് വരാം. മുമ്പൊരിക്കൽ ആ അബിയെ കത്തികൊണ്ട് കൊല്ലാമെന്ന് വിചാരിച്ചതാ. ആ വസുവാണ് രക്ഷപ്പെടുത്തിയത്.
ഇന്നലെ രാത്രി അബിയും വസൂനെയും വെടിവെച്ചു കൊല്ലാമെന്നാ വിചാരിച്ചത്. ആ ഉണ്ണിക്കുട്ടൻ അവരെ രക്ഷപ്പെടുത്തി. എന്റെ ഓരോ പ്ലാനും ഫെയിലായിക്കൊണ്ടിരിക്കുക. രാജാ, ഒരു വശത്ത് ജാമ്യ കാലാവധി കഴിയാൻ പോകുന്നു. അത് തീരും മുമ്പ് അവരെ കൊല്ലണം. രാജാ, രാജാ, രാജാ. ഇവര് ശ്വാസം മുട്ടിച്ചാവുമല്ലോ. അതിനു മുമ്പ് വെള്ളം കൊടുത്ത് രക്ഷപ്പെടുത്തണം.